ഭഗവാന്റെ ജാതകം എന്തായിരുന്നു എന്ന് അന്വേഷിക്കണേലിരിക്കും. ഭഗവാന് വാസ്തവത്തിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലിരിക്കും. ഞാൻ സ്കന്ദപുരാണം നടത്തിയപ്പോൾ ഞാൻ ഭഗവാന്റെ മുരുകന്റെ വേലെടുത്തിട്ട് ഞാൻ നൃത്തം ചെയ്തു. അതെന്റെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ കാവടി എടുത്ത് കളിച്ചു എന്നിരിക്കും. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റുപ്പിഡ് വേർഡാണ് ചവിട്ടി താഴ്ത്തി. ചവിട്ടിയിട്ടൊന്നും താഴ്ത്തൊന്നുമില്ല. കൃത്യമായിട്ടുള്ള പാദദീക്ഷാ സമ്പ്രദായം അത്. ചോദ്യങ്ങളെ നമുക്ക് അടിച്ചമർത്തുക എന്നുള്ളത് ഒരു സെമറ്റിക് രീതിയാണ്. എപ്പോഴും ചോദ്യങ്ങളെ അനുവദിക്കുക എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള രീതി. നമ്മുടെ കാഴ്ചപ്പാടാണ് രക്ഷിച്ചു ശിക്ഷിച്ചു എന്നുള്ളത്. ഈശ്വരൻ രക്ഷിച്ചാലും ശിക്ഷിച്ചാലും അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് നെഗറ്റിവിറ്റിയിൽ പോലും പോസിറ്റിവിറ്റി കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഏറ്റവും വലിയ ഭക്തൻ ഹനുമാനെക്കാട്ടിലും മുകളിൽ കൊടുത്തിരിക്കുന്നത്. മഹാബലിയാണ് ഏറ്റവും ഉയർന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പോയിട്ട് സുതലത്തിൽ പോയിട്ട് ഇപ്പോഴും കാവൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്. നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റുപ്പിഡ് വേർഡാണ് ചവിട്ടി താഴ്ത്തി. ചവിട്ടിയിട്ടൊന്നും താഴ്ത്തൊന്നുമില്ല. കൃത്യമായിട്ടുള്ള പാദദീക്ഷാ സമ്പ്രദായം അത്. ഭാഗവതത്തിൻ്റെ അകത്ത് വലിയ ഒരു എത്രത്തോളം അത് അദ്വൈതിക്കാണോ അത്രയും അതിൽ തന്ത്രത്തിൻ്റെ ധാരകളുണ്ട്. പ്രത്യേകിച്ച് 10ാമത്തെ സ്കന്ധമൊക്കെ താന്ത്രികമാണ്. കടുത്ത കൗള സ്വഭാവമുള്ള അനവധി സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. രാസക്രീഡ തന്ത്രത്തിൻ്റെ ഹൈറ്റാ. രാസമണ്ഡലം വെച്ചാൽ ശ്രീചക്ര, ശ്രീവിദ്യയാണ്. കൃഷ്ണനിൽ കൂടെയുള്ള ശ്രീവിദ്യ എന്ന് നമുക്ക് പറയാം. അത് ശരിക്കും അതിൽ കാണാൻ പറ്റും. അവിടെ ഒരു വിചിത്ര ഗ്രന്ഥം അത്. അപ്പം നമ്മൾ ചിന്തിക്കുമല്ലോ നാച്ചുറലി ഇതാരും എഡിറ്റ് ചെയ്തു. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് തന്നെ മനുഷ്യനൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പം പറഞ്ഞതൊരു പൊടിയാ. ഈ വൃത്രൻ്റെ കേസൊക്കെ വരുമ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ചോദ്യങ്ങളെ നമുക്ക് അടിച്ചമർത്തുക എന്നുള്ളതൊരു സെമറ്റിക് രീതിയാണ്. എപ്പോഴും ചോദ്യങ്ങളെ അനുവദിക്കുക എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള രീതി. ചോദ്യങ്ങളിൽ കൂടെയാണ് എല്ലാം സംവാദങ്ങളാണ്. ഉമാമഹേശ്വര സംവാദം, അല്ലെങ്കിൽ മൈത്രേയ വിദുര സംവാദം എന്നാ പറയുക എല്ലാം, അല്ലെങ്കിൽ ശുഗ പരീക്ഷിത് സംവാദം. ഇങ്ങനെയാണ് എല്ലാം. ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെയാണ് വരിക. എല്ലാം ചോദ്യങ്ങളാണ്. അതിൽ നല്ല ചോദ്യങ്ങൾ ചീത്ത ചോദ്യം ഒന്നുമില്ല. എല്ലാ ചോദ്യവും നല്ലതാണ്. കൊടുക്കണ ഉത്തരമാണോ ഒരു ചോദ്യത്തിന് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതാക്കണം. ശുഗന്റെ അടുത്ത് ചോദിക്കും, വൃത്രൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ, വൃത്രൻ്റെ ആ സ്തുതിയൊക്കെ കേട്ട് കഴിയുമ്പോൾ പരീക്ഷിത് ആകെ മനസ്സങ്കെടുത്താവും. പരീക്ഷിത്ത് ചോദിക്കും, എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം വരണം. എപ്പോഴും എന്ത് ഈ അസുരന്മാരെ കൊല്ലണത് വിഷ്ണു എന്നല്ലേ നാരായണന് സകലരും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളല്ലേ അവരും. എന്തുകൊണ്ട് പാർഷ്യാലിറ്റി കാണിക്കുന്നു? എന്തുകൊണ്ട് എപ്പോഴും ദേവന്മാരെ മാത്രം സംരക്ഷിക്കണു? അപ്പോൾ ശുഗന് ചിരി വരും. നമ്മളാണെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പ്രഭാഷണത്തിൽ പറയേ, ഒരു കുട്ടി വന്നിട്ട് ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, അതെന്താ ചേട്ടാ അല്ലെങ്കിൽ അച്ഛാ അല്ലെ അങ്കിൾ എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ, ഗുരുവായൂരപ്പൻ കോപിക്കും, മിണ്ടരുത്, നമ്മൾ അടിച്ചിരുത്തും, അധിക പ്രസംഗം പറയരുത് എന്നിട്ട് അടിച്ചിരുത്തും. ശുഗമഹർഷി പറയണം, പരീക്ഷത്തെ അസൽ ചോദ്യം അപ്രീഷിയേറ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നിട്ട് പറയാ, നിന്റെ മുത്തച്ഛൻ യുധിഷ്ഠിരൻ പണ്ട് ഇതേ ചോദ്യം നാരദനോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കഥ ആരുടെയാ? ഹിരണ്യകശിപുവിൻ്റെ കഥയാണ്. നരസിംഹാവതാരം പറഞ്ഞത് അങ്ങനെയാണ്. അതിൽ പറയണത് ഇതാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ് രക്ഷിച്ചു ശിക്ഷിച്ചു എന്നുള്ളത്. ഈശ്വരൻ രക്ഷിച്ചാലും ശിക്ഷിച്ചാലും അത് അനുഗ്രഹമാണ്. നീ ഏത് ഭാവത്തിൽ ഭഗവാന്റെ അടുത്ത് ചെല്ലണോ ആ ഭാവത്തിൽ ഭഗവാൻ ഇങ്ങോട്ട് വരും. എന്താണ് ഭാവം എന്നുള്ളതല്ല വിഷയം, മോക്ഷം കിട്ടുക എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന ഭക്തി വിദ്വേഷഭക്തിയാന്നും പറഞ്ഞു വയ്ക്കേണ്ടത് നാരദൻ. എന്നിട്ട് പറയാ അതെല്ലാവർക്കും പറ്റില്ല എന്ന്. ഫാസ്റ്റ് ട്രാക്കാ. ഹിരണ്യകശിപു, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഹിരണ്യകശിപു, ശിശുപാലൻ, ഹിരണ്യാക്ഷൻ, രാവണനൊക്കെ മഹാബുദ്ധിമാന്മാരാ. അവർക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അവർ ഭഗവാനോട് വൈരം വെച്ചിട്ട് വേഗം രക്ഷപ്പെട്ടു ഈ ചക്രത്തുനിന്ന്. കംസൻ പേടിച്ച് ശിശുപാലൻ അസൂയപ്പെട്ട് ഹിരണ്യകശിപു വൈരം വെച്ച് ഹിരണ്യാക്ഷൻ പുച്ഛിച്ച് അല്ലേ, രാവണൻ അപഹസിച്ചിട്ടും തട്ടിയെടുത്തിട്ടും ഭഗവാന്റെ വിലപ്പെട്ടതിനെ തട്ടിയെടുത്ത്. അത് ഈ കമ്പരാമായണത്തിൽ ഒരു ഭാഗത്ത് നല്ല രസമാണ്. അവസാനത്തെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രാവണൻ പടച്ചട്ടയൊക്കെ കെട്ടുകയാണ്. കഴിഞ്ഞു, ഇതെല്ലാം ദുശകുനങ്ങളാ. മകൻ പോയി, എല്ലാവരും പോയി. മണ്ഡോദരി തലേന്ന് കൂടെ പറയുന്നുണ്ട്, പോയി മാപ്പ് പറഞ്ഞ് സീതയെ ഏൽപ്പിച്ചുകൂടെ? നടക്കില്ല എന്നൊക്കെ പറഞ്ഞു മൂപ്പര് രക്ഷപ്പെടണം. പുള്ളി അതാണ്. ആ പടച്ചട്ട കെട്ടുമ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് കമ്പരത് എഴുതിയിരിക്കുക, ഞാൻ പോയി സ്വാമിയുടെ കാൽക്കൽ വീണാലോ, അദ്ദേഹം എന്നെ തീർച്ചയായിട്ടും അഭയം തരും, എനിക്ക് രക്ഷ കിട്ടും. പെട്ടെന്ന് അത് ശരിയല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും പിന്നെയും ഇവിടെ ജീവിക്കണം, വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ടൊരു എളുപ്പപ്പണി എന്താ, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അങ്ങോട്ട് മരിക്കുക, പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് യുദ്ധത്തിന് പോകണം. അതുകൊണ്ട് നെഗറ്റിവിറ്റിയിൽ പോലും പോസിറ്റിവിറ്റി കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ശിശുപാലൻ്റെ ചീത്തവിളി
രാജസൂയത്തിൻ്റെ സമയത്തുള്ളതിനെ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ നിന്ദാസ്തുതി എന്നാ പറഞ്ഞിരിക്കണം. ചീത്ത വിളിച്ച് സ്തുതിക്കുക, ചീത്ത വിളിക്കുക. അപ്പൊ ഭരണിപ്പാട്ടിൽ എന്താ ചെയ്യണം? ചീത്ത വിളിച്ച് സ്തുതിക്കുകയാണ്. പ്രമാണമുള്ളതാണ് ഭരണിപ്പാട്ടിന്. കാളിയെ പറഞ്ഞയിക്കുമ്പോൾ ഉദ്വസിക്കുന്ന സമയത്ത് മുതിർന്നവര് അസഭ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനെന്നാ പറഞ്ഞിരിക്കണം. അപ്പം അതിൻ്റെ ഒരു കാരണമുണ്ട്. വാക്കിനൊരു ശക്തിയുണ്ട്. രൗദ്ര സ്വഭാവമുള്ള സഭ്യതയല്ലാത്ത രൂക്ഷമായ വാക്കുകളെ കൊണ്ടുള്ള ദേവതയെ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞേക്കാം. അതിന് പ്രമാണ ശ്ലോകമുണ്ട്. പ്രമാണമില്ലാത്ത ഒന്നുമില്ല ഇവിടെ ചുമ്മാ ആരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. എല്ലാറ്റിനും പ്രമാണമുണ്ട്. അതേപോലെ തന്നെ ശിശുപാലൻ ഭഗവാനെ അങ്ങോട്ട് നിർത്തി പോരിക്കണ മാതിരിയല്ലേ. ഭഗവാൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് വ്യാസമഹർഷിയുടെ ഒരു എഴുത്തുണ്ട്. ഗുഹയുടെ പുറത്ത് കുറുനരി കടന്നിട്ട് ഓളിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാതെ, അപ്പോൾ സിംഹം ഇങ്ങനെ ഇരിക്കുക കേട്ടോണ്ട്. ഈ അതുമാതിരി സിംഹാസനത്തിൽ ഇങ്ങനെ നിലത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നു വന്നു കൃഷ്ണൻ. ആ 100 ചീത്ത കഴിഞ്ഞപ്പോൾ എണീച്ചങ്ങോട്ട്. അതാണ് ആ രംഗം അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതിലും എത്ര ഭയാനക രംഗത്ത് പോലും ഒരു പോസിറ്റിവിറ്റിയാണ് ഭാഗവതത്തിൽ. അപ്പം അങ്ങനെയൊക്കെ ഇത്രയ്ക്കും വ്യാസൻ്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ അത് വിശാല ബുദ്ധി എന്നാണല്ലോ വ്യാസനെ പറയുക. അത്രയും എന്താ പറയുക, ചിന്തിക്കാൻ കഴിവുള്ളൊരു മഹാത്മാവ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എഴുതിയതിനെ നമുക്ക് സാധാരണക്കാരനിലേക്ക് ആരെങ്കിലും തൊടാണ്ട് ഇത് നമുക്കിന്ന് കിട്ടില്ല എന്നൊരു അന്വേഷണം വന്നപ്പോഴാണ് വോമദേവനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കണം. ജയദേവൻ്റെ ജ്യേഷ്ഠൻ വോമദേവൻ പുരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹമാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ അതിനെ എഡിറ്റ് ചെയ്ത് ഈ രൂപത്തിലാക്കിയത്. വോമദേവൻ എഡിറ്റ് ചെയ്ത ഭാഗവതമാണ് നമ്മളിന്ന് பார்ക്കുന്നത്. നോർത്തിൽ നമ്മൾ ചില സ്ഥലത്ത് അന്വേഷിച്ചാൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഭാഗവതം ടെക്സ്റ്റിൽ ഇല്ലാത്ത ശ്ലോകങ്ങളുള്ള ഭാഗവതങ്ങൾ കാണും, അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻ്റർപൊളേഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പം നാരായണീയം ഭട്ടതിരിയുടെ ഭാഗവതം വ്യാഖ്യാനമാണ് നാരായണീയം. അത് 1036 ശ്ലോകം ഇവിടെ എല്ലാവരും ഇപ്പോൾ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. 1200 ശ്ലോകമുള്ള ടെക്സ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രക്ഷിപ്തം എന്ന് പറയും, എഴുതി ചേർക്കപ്പെട്ടതോ കുറയ്ക്കപ്പെട്ടതോ. ഇപ്പം സൗന്ദര്യലഹരി ഫോർ എക്സാമ്പിൾ 40 ശ്ലോകം കഴിഞ്ഞാൽ ബാക്കി 60 എഴുതിയതാണെന്നാണല്ലോ അല്ലേ. അതേപോലെ ഭാഗവതത്തിലും ഇൻ്റർപൊളേഷൻസ് ധാരാളം വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇത് പഠിക്കുക എന്നുള്ള ആ ഒരു ധാരണയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ ഇതിൻ്റെ ചരിത്രവും ഇതൊക്കെ റൂട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ ഐഡിയ വന്നു. എന്ന് തൊട്ടാണ് ഭാഗവതം ദൗർബല്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായി മാറിയത് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇതിൻ്റെ പ്ലസ്സും മൈനസും എനിക്ക് മനസ്സിലായത്. രാമായണം, ഭാരതം, ഭാഗവതം ഇത് മൂന്നും കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീരഭാവത്തിനെ മാറ്റിയിട്ട് വെറും ദൈന്യഭാവം മാത്രം കഥകളിൽ ഈ കരഞ്ഞു പിഴിഞ്ഞുള്ള കഥ പറച്ചിലായി മാറിയപ്പോൾ അത് ജനതയെയും എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി നാച്ചുറലി. അതിൻ്റെ അകത്തുള്ള വീരതയുടെ കഥകളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ ഗോപികമാരുടെ പുറകിൽ ഓടി നടന്നത് എന്നാൽ ആ ഗോപികമാരുടെ യഥാർത്ഥ തത്വം മനസ്സിലാക്കിയിട്ടാണോ? അതുമല്ല, നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്നതിന് ഒരു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന്റെ റൊമാൻസിനെ എടുത്തു കൊണ്ടുവരുന്ന രീതി. കൃഷ്ണനാവാമെങ്കിൽ എനിക്കെന്തായിക്കൂടാ അല്ലേ, അതാണല്ലോ സ്ഥിരമല്ലേ നമ്മൾ അടിക്കുന്ന ഡയലോഗാണല്ലോ. അങ്ങനെ അന്വേഷിച്ച് പോകും. അത് അവിടുന്ന് പിന്നെ ഭഗവാന്റെ ജാതകം എന്തായിരുന്നു എന്ന് അന്വേഷിക്കണേലിരിക്കും. ഭഗവാന് വാസ്തവത്തിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള കണ്ടെത്തലിരിക്കും. ഈ 16,008 എന്നുള്ളത് മനുഷ്യൻ്റെ വാസനകളാണെന്നുള്ളതും, വാസനകൾ നരകാസുരൻ്റെ കയ്യിൽ കിടന്നാൽ നശിക്കുന്നു, അതായത് ഭൗതികതയെ കിടന്നാൽ നശിക്കുന്നു. ഈശ്വരങ്ങളിലേക്ക് തിരിച്ചു വിട്ടാൽ അവർക്കൊരു നിലയും വിലയും ഉണ്ടാവും, ഒരു ഫോക്കസ് ഉണ്ടാവുന്നു മനസ്സിലായി. അത് അവസാനം 90-ാമത്തെ ദശകം കുറച്ച് സഭ്യത പ്രശ്നമാണ്. അതിൻ്റെ വാക്കർത്ഥത്തിൽ പറഞ്ഞ അത് എന്നെ വളരെയധികം ടെൻഷനിലാക്കിക്കൊണ്ടിരുന്നിരുന്നു. എന്തുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഭഗവാനും പത്നിമാരും നീന്തിത്തുടിക്കണവിടം തൊട്ടിടണം തുടങ്ങണത്. അത് അവസാനിക്കണത് ഭഗവാന്റെ വംശം വർദ്ധിച്ച് ഭഗവാന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രം 3 കോടി അധ്യാപകരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഭാഗത്ത് അവസാനിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഏകാദശം തുടങ്ങി ഭഗവാനെ വൈകുണ്ഠത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ ബ്രഹ്മാവ് വരണ അവിടെയാണ് കഴിഞ്ഞു. അതായത് ദശമസ്കന്ധം അവസാനിക്കണം. അവസാനത്തെ ചാപ്റ്റർ ക്വൈറ്റ് ഡേഞ്ചറസ്. പലരും അത് മനോഹര ശ്ലോകങ്ങളാണ്, പക്ഷേ നോബഡി ബോദേഴ്സ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ശ്ലോകം ചൊല്ലിപ്പോവും, കേൾക്കാൻ നല്ല സുഖമുള്ള ശ്ലോകങ്ങളാണ്, അത് മാത്രം വായിച്ചു പോകും. അവിടെ അങ്ങോട്ട് ഒഴുക്കി വിടും. ആചാര്യന്മാരത് ക്ഷേത്രങ്ങളിൽ അങ്ങോട്ട് പറയില്ല. അങ്ങനൊരു വിഷയം ഉണ്ടായിരുന്നു. അത് ഭഗവാൻ ശരിക്കും എനിക്ക് കാത്തു വെച്ചൊരു ഒരു സംഭവമായിരുന്നു. അങ്ങനെ അത് ഞാൻ പറയാം, എൻ്റെ ഈ ജേണിയുടെ ഒരു എൻഡാണത് ശരിക്കും. അപ്പോൾ അങ്ങനെ ഭാഗവതം ഇങ്ങനെ പല തലങ്ങളിൽ ഒരു ആസ് എ പൊളിറ്റിക്കൽ ടെക്സ്റ്റ്, ആസ് എ സ്പിരിച്വൽ ടെക്സ്റ്റ്,
ആസ് എ സെൽഫ് ഹെൽപ്പ് ടെക്സ്റ്റ്, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു പുനർനിർമ്മാണത്തിൽ, അവനവൻ്റെ ഒരു ക്യാരക്ടർ നിർമ്മാണത്തിൽ, ജീവിതക്രമത്തിൽ ദുഃഖത്തിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്ന് പഠിപ്പിക്കണേ. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇത് തുടങ്ങുന്നത് ഒരാൾ മരിക്കാൻ കിടക്കണം അവിടുന്ന്. ഭീഷ്മരുടെ ശരശയ്യയിൽ കിടക്കുമ്പോഴുള്ള ഭീഷ്മസ്തുതി എന്നാണ് ഇത് തുടങ്ങുന്നത്. ഭാഗവതത്തിൻ്റെ 1-ാമത്തെ സ്കന്ധത്തിൽ വരുന്നത്. അതിൻ്റെ ഇടയിൽ വരുന്ന ചില സംഭവങ്ങൾ, ഗോളവർണ്ണന, ഭൂഖണ്ഡങ്ങളുടെ വർണ്ണന, വർഷങ്ങളുടെ വർണ്ണന. അപ്പം ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക പതിവ്. എന്തിനാണ് ഈ കോണ്ടിനെൻസിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് ഈ കടലുകളുടെ കഥ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇതൊന്നും പുറത്തല്ല, ഇതൊക്കെ മനസ്സിൻ്റെ ലെയറാണ്. നമ്മുടെ തോട്ട് പ്രോസസ്സുകളെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്നൊന്ന് വായിച്ചു വരുമ്പോൾ ദിസ് ഈസ് അവർ സ്റ്റോറി. നമ്മൾ ജനിച്ച് മരിക്കണ വരെയുള്ള കഥയാണ് ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ആ പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് കഥയായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായോ അന്ന് ഭാഗവതം അകത്ത് കയറി. ദാറ്റ് ബിക്കെയിം എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മാറുക പറയില്ലേ, ഭാഗവതം ജീവിതമായി മാറുക. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത്, നമ്മുടെ സപ്താഹക്രമങ്ങൾ വാസ്തവത്തിൽ അതിന് എത്രയോ ദൂരെയാണ്. അപ്പോഴും എനിക്കൊരു ഫോർമൽ ഉപദേശമില്ല ഭാഗവതം. അങ്ങനെ ഞാൻ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 21 യാദൃശ്യമായിട്ടാണല്ലോ ഞാൻ ആ ലൈവ് ചെയ്യണത്. അതിന് 18 ഐ ഹാഡ് ഡൺ ഗുരുവായൂർ ഉണ്ടായി എന്നല്ലാണ്ട് അതിനു മുമ്പ് മുഴുവൻ നമ്മൾ ഒരു ഫിലിം ഡയറക്ടർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആഡ് ഫിലിം മേക്കർ എന്നുള്ളതായിരിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ദുബായിലുമായിരുന്നു ഞാൻ കൂടുതലും. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെയുള്ള അവിടെയൊക്കെയുള്ള നമ്മുടെ എന്താ പറയുക സാംസ്കാരികമായ പ്രസംഗങ്ങളല്ലാണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ കോർ ഗ്രൂപ്പുകൾ സുഹൃത്തുക്കളോട് സംസാരിക്കുക. പിന്നെ എൻ്റെ സാധനാദി കാര്യങ്ങൾ എൻ്റെ മാത്രം കാര്യമാണ്, ഞാൻ പുറത്ത് ലോകത്തിനെ അറിയിച്ചിട്ടേ ഒരു കാലം അതിന് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ പോകുമ്പോൾ ഇത് പബ്ലിക് മീഡിയത്തിലേക്ക് വന്നപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിന്ന് ഉള്ള കഥകൾ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട്, ഇപ്പോൾ പരശുരാമൻ മാത്രം, അല്ലെങ്കിൽ ധ്രുവൻ മാത്രം, അല്ലെങ്കിൽ ഭീഷ്മസ്തുതി മാത്രം, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഞാൻ പ്രഭാഷണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കോളേജ് സീനിയറായിരുന്നു നൊച്ചൂർ സ്വാമികൾ, നൊച്ചൂർ വെങ്കട്ടരാമൻ. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ആചാര്യരാണ്, സന്യാസം സ്വീകരിച്ചു. അപ്പോൾ അന്ന് അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സപ്താഹം പാലക്കാട് കൽപ്പാത്തിയിലുണ്ടായപ്പോൾ രുക്മിണി സ്വയംവര ദിവസം അന്നത്തെ എല്ലാം നമ്മുടെ വകയായിട്ടാണ് നടത്തിയത്. അന്നദാനാദികളും വിവാഹവും ആ ഭഗവാന്റെ ചടങ്ങുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡേ ഞാനന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കാലം കൂടിയിട്ട് കാണും. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ പ്രഭാഷണം ചെയ്യുന്നുണ്ടോ ഇപ്പോൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ചെയ്യുന്നുണ്ട്. നീ ഭാഗവതം എടുത്തോ ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എന്താ എടുക്കാത്തത്? ഞാൻ പറഞ്ഞു പേടിച്ചിട്ടാ. അല്ല, നീ എടുക്കണം, ഭാഗവതം എടുക്കണം. അതും സാധാരണക്കാർക്ക് മനസ്സിലാവണ മാതിരി പറഞ്ഞു കൊടുക്കണം, എന്നാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ ആദ്യത്തെ ഒരു ട്രിഗർ അവിടുന്ന് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് മള്ളിയൂർ കുടുംബമായിട്ട് നല്ല അടുപ്പം. മള്ളിയൂർ നിന്നാണ് എനിക്ക് ഭാഗവത ഉപദേശം. മള്ളിയൂർ പരമേശ്വരേട്ടനാണ് എനിക്ക് ഭാഗവതം ഉപദേശിച്ചിട്ടുള്ളത്. അത് നമുക്കൊരു സാമ്പ്രദായമായിട്ടൊരു ഉപദേശം വേണം, അതൊരു ചടങ്ങായിട്ട്. അതെനിക്ക് അദ്ദേഹമാണ് തന്നത്. ഞാൻ പഠിക്കുകയല്ല ചെയ്ത് അവിടെ ഉപദേശം. അതൊരു വലിയൊരു പരമ്പരയാണല്ലോ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കര നമ്പൂരിയും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പടപ്പ നീലകണ്ഠൻ നമ്പൂരി, അങ്ങനെ അത് കൂടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ വരെ പോണ ഒരു വലിയ ട്രീയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിയാവാൻ നമുക്ക് സാധിച്ചു. എവിടെ അവിടെ വെച്ചിട്ട് വിട്ടൽദാസ് മഹാരാജ്, ജയകൃഷ്ണ ദീക്ഷിതർ, പ്രസിദ്ധ ഭജന മറ്റേ ദക്ഷിണ പണ്ഡർപൂരിൻ്റെ, അദ്ദേഹം അവിടെ വന്നിരുന്നു. അപ്പോൾ രാവിലെ അഗ്നിഹോത്രം കഴിഞ്ഞിട്ട് അദ്ദേഹം ആ മുറ്റത്ത് അവിടെ അങ്ങനെ കസേരയിട്ടിരിക്കുക. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഏതൊക്കെ വിഷയങ്ങൾ നീ പറയും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഭാഗവതം എടുത്തോ? അറിയില്ല, എടുത്തില്ല. അപ്പോൾ അവിടെ സത്രത്തിൻ്റെ സമയമാണ്, ഭാഗവത സത്രം നടക്കുക. അപ്പോൾ എൻ്റെ പ്രഭാഷണമുണ്ട്, മാർക്കണ്ഡേയൻ്റെ തന്നെയാണ്, നമ്മുടെ ഈ 12-ാം സ്കന്ധത്തിലെ അതാണ് പ്രളയവർണ്ണന. അന്ന് എൻ്റെ അടുത്ത് അവിടെ ഒരു പെട്ടി ഓട്ടർഷ നിൽക്കുന്നുണ്ട്, മുളയിറക്കും. അവന് മനസ്സിലാവുമോ നീ പറഞ്ഞാൽ? തമിഴിലാണ് ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല സ്വാമി, എനിക്ക് അവന് മനസ്സിലാവണ മാതിരി പറയണം. അവൻ മുള ഇറക്കിയിട്ട് ബില്ല് കൊടുത്തിട്ടുണ്ടാവും. ആ ബില്ല് അവിടുന്ന് ക്യാഷായിട്ട് വരണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവനവിടെ വെയിറ്റ് ചെയ്യും. ആ സമയത്തായിരിക്കും അവനിത് കേൾക്കുക. അപ്പോൾ അവനൊരു താല്പര്യം തോന്നണം. അങ്ങനെ കിട്ടുമ്പോഴേ അവൻ നാളെ ഇവിടെ വന്നിരിക്കുള്ളൂ. അല്ലാണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇരിക്കണവർ 300 തവണ സപ്താഹം കേട്ടവരായിരിക്കും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഈ 2 ഉപദേശങ്ങൾ ഒരു ട്രിഗറായിരുന്നു. രസം എന്താ വെച്ചാൽ ഞാൻ അതിന് മുന്നേ തന്നെ ഭാഗവതം സത്രം ഇവിടെ
തിരുവനന്തപുരത്ത് വൈകുണ്ഠം ഹാളിൽ സമാപനത്തിൻ്റെ സമർപ്പണ ഭാഗം ചെയ്യൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭാഗവതം മുഴുവൻ ചെയ്തിരുന്നില്ല, സപ്താഹവും ചെയ്തിരുന്നില്ല. സ്ട്രെയിറ്റ് അവേ ഗുരുവായൂരപ്പൻ എന്നെ അയക്കണത് മുതുവറയിൽ 12 ദിവസം രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ ഞാൻ തന്നെ പറയണത്, കഥാകഥനായിട്ട് ചെയ്യാനാണ്. 18,000 ശ്ലോകവും അതിൻ്റെ വേദാർത്ഥ വിചാരം, വേദാന്ത വിചാരം, തന്ത്ര വിചാരത്തോടെ കൂടിയിട്ട്, ആധ്യാത്മികാർത്ഥങ്ങളോട് കൂടിയിട്ട് അത് പറഞ്ഞു വെച്ചാൽ അതിപ്പോഴും യൂട്യൂബ് കിടപ്പുണ്ട്, 18 സ്റ്റെപ്സിൽ ചാനലിൽ കിടപ്പുണ്ട്. അതൊരു ഈടുവെപ്പായിരുന്നു എന്നെ സംബന്ധിച്ചുള്ള. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി എനിക്കിനി ചെയ്യാൻ പറ്റില്ല, ഞാൻ അങ്ങനെ വലിച്ചു വാരി ചെയ്യാറില്ല. പിന്നെ സാമ്പ്രദായികമായിട്ടുള്ള സപ്താഹം ഫോർമാറ്റിലൊന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പാലക്കാട് വലിയ പാടത്തൊരു ഒറ്റ തവണ ചെയ്തു. പിന്നെ ഞാൻ സപ്താഹം ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇന്നത്തെ സപ്താഹം ഫോർമാറ്റ് ഭാഗവതത്തിനോട് നീതി പുലർത്തുന്നില്ല, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ പറയാൻ ആചാര്യന്മാരൊക്കെ അസൽ ആചാര്യന്മാരാണ്, നമ്മുടെ രത്നഖനികളാണ് ഓരോരുത്തരും. അത് പഴയവരാണെങ്കിലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുട്ടികളാണെങ്കിലും ഒക്കെ അത് നന്നായി പഠിച്ച് പറയാനുള്ള സാഹചര്യമുണ്ട്. അതിന് നല്ല ഗുരുപരമ്പരകൾ ഉള്ളതുകൊണ്ടും നല്ല മെറ്റീരിയൽ ഉള്ളതുകൊണ്ടും സാധിക്കുന്നുണ്ട്. പക്ഷേ ഫോർമാറ്റ് പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ 7 ദിവസം തികച്ചില്ല. 7ാമത്തെ ദിവസം ഉച്ചയാകുമ്പോഴേക്കും കമ്മിറ്റിക്കാർ പറയും അന്നദാനം കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വീട്ടിൽ പോകണം. മള്ളിയൂർ രീതിയിൽ അങ്ങനെയല്ല. മള്ളിയൂർ രീതിയിൽ 7ാമത്തെ ദിവസം വൈകുന്നേരം വരെയും വായിക്കും, അസ്തമനം വരെയും വായിച്ച് അപ്പോഴേ ആഹമുള്ളൂ. സപ്താഹം ഉണ്ടേ, ഒരു അഹസമുണ്ടേ. 7 രാത്രിയും 7 പകൽ കിട്ടണ്ടേ. 8ാം ദിവസം എന്നിട്ട് സമർപ്പണം ചെയ്യുള്ളൂ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട്. അത് ഭഗവത്ഗീതയും ദശമസ്കന്ധ അവതാര ഭാഗമൊക്കെ വായിച്ച് അങ്ങനെ. അതാണ് ശരിക്ക്. പഴയ കാലത്തൊക്കെ മുള നാട്ടി കൊടി കയറും. പറയണ ആളും കേൾക്കണ ആളും വെറുതെ ഇരിക്കണം, ദർഭ പിടിച്ചിട്ട് പലകിട്ടിരിക്കണം, പരീക്ഷത്തിന്റെ സ്ഥാനത്തിരിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എണീക്കാണ്ട് എഗ്രിമെന്റിലാണ്ട് എണീച്ച് ഒരാൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഈ കമ്പ് നാട്ടുമ്പോൾ 7 മുട്ടുള്ള മുള വേണം. കാരണം ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിലുണ്ടല്ലോ ദുന്ദുകാരി എന്ന് പറഞ്ഞ പ്രേതം കയറിയിരുന്നത് ഓരോ ദിവസം മുളയുടെ ഓരോ മുട്ട് പൊട്ടിയെന്നാണ് അല്ലേ. അപ്പോൾ ആ 7 ഇതിനെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഭാഗവതം നമ്മൾ പറഞ്ഞാൽ അവിടെ വരണവർക്ക് വേണ്ടി മാത്രമല്ല, അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ, പിശാചുക്കൾ, ഭൂതങ്ങൾ, സാധാരണഗതിയിൽ യാതൊരു കംഫർട്ടും ഇല്ലാണ്ട് പ്രകൃതിയിൽ നിൽക്കേണ്ടി വരുന്ന ഫോഴ്സസ് ഉണ്ട്. അവർക്കും വേണ്ടിയിട്ട് കൂടിയാണ്, എല്ലാവർക്കും വേണ്ടി പറയേണ്ടതാണ്. അതും പരമഹംസന്മാരാൽ പറയപ്പെട്ടതെന്ന് പറഞ്ഞു. അതായത് മറുകര കണ്ട ആൾക്കാരാണ്, ബ്രഹ്മവിദ്യ കിട്ടിയ ശുഗനാണല്ലോ പറഞ്ഞത്. അത് എല്ലാവരെയും പരമഹംസനാക്കാനാണ്, അല്ലാണ്ട് അത് പ്രിവിലേജ് ലോട്ടിന് മാത്രം, ഇന്ന വിഭാഗക്കാർക്ക് മാത്രമേ. അങ്ങനൊരു വിഷയമുണ്ട്. ഭാഗവതം ഇന്നൊരു വിഭാഗക്കാർക്ക് മാത്രമേ കൊണ്ടു നടക്കാൻ പാടുള്ളൂ എന്ന് കരുതുന്നവർ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ശുദ്ധ അബദ്ധമാണ്. ഇനിയുള്ള കാലത്തൊന്നും എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ചെറുപ്പക്കാർ, കുട്ടികൾ കയറി വരണം. മുഴുവൻ പറയാൻ സാധിച്ചില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങളെങ്കിലും എടുത്തിട്ട് അതുള്ളത് വൃത്തിയായിട്ട് പറയണം. ശരിക്കും ഇപ്പോൾ ഒരു സമ്പ്രദായം തുടങ്ങിയിട്ടുണ്ട്, ദശമസ്കന്ധം മാത്രം എടുത്തിട്ട് 7 ദിവസം പറയാം. നല്ലതാണ്, കാരണം അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഉള്ളത് നന്നായിട്ട് എതള് പടർത്തി നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാമല്ലോ അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നരസിംഹാവതാര ഭാഗം മാത്രം, അതല്ലെങ്കിൽ നമുക്ക് 12ാമത്തെ സ്കന്ധം മാത്രം, അല്ല 11ാമത്തെ ഏകാദശം മാത്രം, 6 ആണല്ലോ ഹൈറ്റ്. ഉപദേശത്തിൻ്റെ ഉദ്ധവോപദേശം മാത്രം, അങ്ങനെയൊക്കെ വരണം. പിന്നെ മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഞാനിപ്പോൾ പല സ്ഥലത്തും പറയുന്നുണ്ട്, സത്രം മള്ളിയൂർ തിരുമേനിയുടെ, ശങ്കര തിരുമേനി ഭാഗവതവംശത്തിൻ്റെ സ്വപ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അദ്ദേഹം സത്രം ഉണ്ടാക്കിയത് വെച്ചാൽ, സത്രം വെച്ചാൽ 12ഓ അതിൽ കൂടുതലോ ദിവസം ഒരു യാഗം വന്നാൽ, യജ്ഞം വന്നാൽ സത്രമായി. ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഭാഗവതം വെറുതെ ഒരാളിരുന്ന് കോളാമ്പി ഇങ്ങനെ പറഞ്ഞ മാതിരി പറയുക, കുറേ പേര് പകുതി ഉറങ്ങിക്കൊണ്ട് കേൾക്കുക, കുറേ പേര് പുസ്തകം നോക്കിയിട്ട് ആചാര്യൻ എന്താ തെറ്റ് വായിക്കണത് കണ്ടുപിടിക്കുക. ഇതാണ് നടക്കണത് മിക്ക സ്ഥലത്തും. ഇവരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഇരിക്കും, അവരുടെ ബുക്കിൽ വേറെ ഇരിക്കും. ഇത് ശ്രവണത്തിന് പറഞ്ഞിട്ടുള്ളതാണ്, ഭാഗവതം കേൾക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ആചാര്യം വായിക്കണതിൻ്റെ ഒപ്പം പുസ്തകം വായിക്കും, അതിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ആചാര്യം പറഞ്ഞ തെറ്റെന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ചില ഭാഗവത ഭയങ്കര പാണ്ഡിത്യം കൂടിയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ഓഡിയൻസിൽ. ഇത് ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. വലിയ വയസ്സായിട്ടുള്ള ആചാര്യന്മാർ, അവർക്ക് പ്രായമായതുകൊണ്ടൊക്കെ കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. തെറ്റിച്ചു പറയും. എന്തൊരു സന്തോഷമാണ് അവർ തെറ്റിച്ചു എന്ന് പറയും. അതിനല്ല ഭാഗവതം മനനം ചെയ്യാനും ചർച്ച ചെയ്യാനും. സോ ദർ ഷുഡ് ബി ഡയലോഗ്, ദർ ഷുഡ് ബി ഡിസ്കഷൻ, ദർ ഷുഡ് ബി കൺസെൻസസ് ഇൻ ഐഡിയാസ്. അതിന് വേണ്ടിയിട്ടാണ് സത്രങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് സത്രം എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു സീരീസ് ഓഫ് പ്രഭാഷണം. ഒരു പ്രഭാഷകൻ വരുന്നു, അയാളൊരു ടോപ്പിക്ക് പറഞ്ഞു, അടുത്ത പ്രഭാഷകൻ വരുന്നു, അടുത്ത ടോപ്പിക്ക് പറഞ്ഞു. ഇങ്ങനെ ഞാനും ഇപ്പോൾ പല സത്രത്തിനും പോയി പ്രഭാഷണം ചെയ്യാറുണ്ട്. രാജസൂയം, ഭഗവാന്റെ ഗൃഹസ്ഥധർമ്മം, മാർക്കണ്ഡേയൻ, ശ്രുതിഗീത, ഇതൊക്കെ ചെയ്യും. അതൊക്കെ ബ്ലോക്കാണ്. നമ്മൾ പറഞ്ഞു പോയിരുന്നു, ഓഡിയൻസിന് ഡൗട്ട് ഉണ്ടോ, അത് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വട്ടത്തിലെല്ലാവരും ഇരുന്നിട്ട് ഒരു ഭാഗം വായിക്കുക, ചർച്ചയ്ക്കിടുക.
ഇങ്ങനെ ഭാഗവതം വെതള് വിടർത്തി കൊണ്ടുവരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാവേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഇത് വെറും ഒരു ഡിവോഷണൽ ടെക്സ്റ്റ് അല്ല. ഇപ്പൊ ചില വേറെ ദേവിയുടെയും ശിവന്റെയും മഹാദേവന്റെ ഒക്കെ പദ്ധതിയുള്ള ചില ആൾക്കാർക്കൊക്കെ ഭാഗവതത്തിനോട് പുച്ഛമാണ്. അത് അവരുടെ വിവരക്കേടാണ്. ഭാഗവതത്തിന്റെ ഉള്ളില് വാസ്തവത്തിൽ ഏത് ദേവതയെയും നന്നായി ഉപാസിക്കാനുള്ള മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പുറമെ ഫ്രണ്ട് എൻഡിൽ കൃഷ്ണൻ നിൽക്കണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനൊരു ഒഴുക്കാണ് വന്നത്. ഈ ഒഴുക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഞാനീ ചെയ്യാണ്ടിരുന്ന വരെ ഗുരുവായൂരപ്പനൊരു നല്ല പണി വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ ഗുരുവായൂർ സപ്താഹം, പിറ്റേത്തെ മാസം ഉത്തര ഗുരുവായൂരപ്പൻ ഡൽഹിയിൽ സപ്താഹം, ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരത്ത് സപ്താഹം. പക്ഷേ ഞാൻ അടുത്ത കാലത്തൊന്നും ചെയ്യില്ല വേറെ. ഇത് 3 സപ്താഹം വന്നില്ല. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് എടുത്തു പോയി. കാരണം സപ്താഹം എന്ന് വെച്ചാൽ നമുക്ക് മൂലം വായിക്കുകയും വേണം, പിന്നെ പ്രഭാഷണം. അപ്പോൾ ചുരുക്കിയേ പറയാൻ പറ്റുള്ളൂ, ഒന്നും പറയാനില്ല. ഇത് ഈ റിഡൻഡൻസിയാണ്. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരു വഴക്കായിട്ടത് ഒരു മെക്കാനിക്കലാവും. അതിലെനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഭാഗവതത്തിൻ്റെ ജേണി എന്ന് പറയണത് ഇപ്പോൾ. അപ്പോൾ ആസ് ഓഫ് നൗ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കോംപ്രിഹെൻസീവ് ടെക്സ്റ്റ് ആണെന്നും അത് വെറും ഒരു സ്റ്റോറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുമല്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് ഇന്ന് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എനിക്ക് വന്നിട്ടുമുണ്ട്. അതേമാതിരി തന്നെ ഇതിനെ ആ തലത്തിൽ വെറുതെ ചുരുക്കി കളയുന്നതിനോട് എനിക്ക് നല്ല എതിർപ്പുണ്ട്. അങ്ങനെ പാടില്ല എന്നാണ് പറയണത്. പിന്നെ ഈ അവസരത്തിൽ എനിക്കിപ്പോൾ കുറേ പേര് കേൾക്കും, അവരോടൊക്കെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് ദേവതാ മാർഗത്തിലാണെന്നുണ്ടെങ്കിലും ഭാഗവതം ഒന്ന് മറിച്ച് നോക്കണം, നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ ഉപകാരപ്പെടണം ഒരുപാടുണ്ട് ഏത് പദ്ധതിക്കാണെങ്കിലും. അതേപോലെ തന്നെ ഇത് ആരുടെയും കുത്തകയല്ല. അപ്പം ഉദാഹരണത്തിന് ഞാൻ ഭാഗവതം പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ സ്കന്ദപുരാണം നടത്തിയപ്പോൾ ഞാൻ മുരുകൻ്റെ വേലെടുത്തിട്ട് ഞാൻ നൃത്തം ചെയ്തു. അതെൻ്റെ ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ കാവടി എടുത്ത് കളിച്ചു എന്നിരിക്കും. അതിൽ വലിയ വിഷമം പറഞ്ഞ ഭാഗവതാചാര്യന്മാരുണ്ട്. ഭാഗവതം പറഞ്ഞ ആള് വേലെടുത്ത് കളിക്കാൻ പാടില്ല എന്ന് ലോകത്തെവിടെ എഴുതി വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അത് മുരുകനെയും മനസ്സിലാക്കിയിട്ടില്ല, ഗുരുവായൂരപ്പനെയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളവരെ അത് പറയുള്ളൂ, അല്ലേ? അപ്പോൾ അതിനെ ജീവിച്ചു കാണിക്കുക എന്നുള്ളത് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്ന നിർഭയത്വം. എന്താ നിർഭയത്വം? ഞാൻ നശിച്ചു പോകുന്ന ഈ ശരീരമല്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ നിർഭയത്വം. ഭഗവാന്റെ അഭയസ്വഭാവം അവിടെയാണ് വരുന്നത്. അപ്പോൾ അത് എനിക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോഴും ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞതാണ് കുട്ടികളുടെ അടുത്ത്, അതിൻ്റെ മർമ്മം അറിഞ്ഞ് പഠിക്കുക. ആ മർമ്മം പറഞ്ഞിട്ട് ആ മർമ്മത്തെ പറഞ്ഞു കൊടുക്കുക സാധാരണക്കാർക്ക്. അവനവൻ്റെ നിത്യജീവിതത്തിൽ മനുഷ്യർ കഷ്ടപ്പെടണവൻ്റെ, ജോലി ചെയ്യണവൻ്റെ, അവൻ്റെ നിത്യജീവിതത്തിലെ ക്ലേശങ്ങൾ മാറ്റാൻ, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്ന് മറികടക്കാൻ, അതിനൊക്കെ ഉള്ള ഒരു മനോബലം, ഒരു ഔഷധം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഹയറായിട്ട് പഠിക്കണവനോ, ഫിലോസഫിക്കലാണെങ്കിൽ അങ്ങനെ, താന്ത്രികമായിട്ടാണെങ്കിൽ അങ്ങനെ, മാന്ത്രികമായിട്ടാണെങ്കിൽ അങ്ങനെ. കാരണം ദശമസ്കന്ധത്തിൻ്റെ അകത്ത് തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു പർട്ടിക്കുലർ ശ്ലോകം ഒരു പർട്ടിക്കുലർ രീതിയിൽ ജപിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷമാണ് ഭഗവാൻ. പ്രത്യക്ഷപ്പെടുത്താനുള്ള വിധിയുള്ള ഭാഗവതത്തിൻ്റെ പല ശ്ലോകങ്ങളും മാന്ത്രികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത്രയും പവറാണ് അതിന്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ എന്നെ സംബന്ധിച്ചോ അതും കഴിഞ്ഞു. അതിൻ്റെ ഒരു കണ്ടൻസേഷൻ എന്നുള്ള നിലയ്ക്ക് തപ്പോൾ നാരായണീയവും അടുത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ചെയ്തു. ഫുള്ളായിട്ട് സപ്താഹമായിട്ട് തന്നെ ഞാൻ നാരായണീയം ചെയ്തു. അപ്പോൾ ഇതാണ് ഭാഗവതത്തിൻ്റെ ജേണി എന്നെ സംബന്ധിച്ചിടത്തോളം. കഥയിൽ നിന്ന് തുടങ്ങി അത് ജീവിതക്രമമായി. അതെ, തീർച്ചയായിട്ടും. ഇപ്പം സത്യം പറഞ്ഞാൽ അതെന്നെ കൂടുതൽ മറ്റു സിസ്റ്റങ്ങൾ പഠിക്കാനും പ്രൊമോട്ട് ചെയ്യാനും. ഇപ്പം ഞാൻ കാളിയെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ ചിലർ പറയാറുണ്ട്, ആ ശരത്തേട്ടൻ പറയണതിന് ആ കാളിയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ഊർജ്ജമാണ്, അല്ലെങ്കിൽ മുരുകനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു ഫീലാണ്. ആ വേറൊരു ഫീലും ആ വേറൊരു ഊർജ്ജത്തിൻ്റെ അടിസ്ഥാനം ഭാഗവതമാണ്. ഗുരുവായൂരപ്പൻ ഇട്ട് വന്ന ഫൗണ്ടേഷനിൽ നിന്നിട്ടാണ് ഞാനിത് കളിക്കുന്നത്. എന്നാലേ എനിക്ക് മഹാദേവനെക്കുറിച്ച് നന്നായി പറയാൻ പറ്റുള്ളൂ, എന്നാൽ അയ്യപ്പ സ്വാമിയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ, ഗണപതിയെക്കുറിച്ച് പറയാൻ പറ്റും. ഞാൻ ഈ ആചാര്യസ്വാമികളുടെ ഷൺമതം എന്ന് പറയുമല്ലോ നമ്മൾ, 6 സമ്പ്രദായമാണല്ലോ ഹിന്ദുമതത്തിൻ്റെ പില്ലേഴ്സായിട്ട് വെച്ചത്. ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, കൗമാരം, സൗരം. ശൈവം ശിവന്, ശാക്തേയം ദേവിക്ക്, വൈഷ്ണവം മഹാവിഷ്ണുവിന്, ഗാണപത്യം ഗണപതിക്ക്, കൗമാരം സുബ്രഹ്മണ്യസ്വാമിക്ക്, 6ാമത് സൂര്യന്, സൗരം. ഇതിൽ ശിവപുരാണം 24,000 ശ്ലോകം കഴിഞ്ഞു, 12 ദിവസം മുതുവറയിൽ. ഭാഗവതം കഴിഞ്ഞു 18,000 ശ്ലോകം. ദേവി ഭാഗവതം, ലളിതോപാഖ്യാനം, ദേവി മഹാത്മ്യം, ശാക്തേയത്തിൽ 3 വലിയ ഗ്രന്ഥങ്ങളും കഴിഞ്ഞു. പിന്നെ ഗാണപത്യത്തിൽ ഗണേശപുരാണം സപ്താഹമായിട്ട് മള്ളിയൂർ നടന്നു. കൗമാരം സുബ്രഹ്മണ്യന്, സ്കന്ദപുരാണം 81,000 ശ്ലോകം പ്ലസ് തമിഴ് കാച്ചിയപ്പ ശിവാചാര്യരുടെ അതും ചേർത്തിട്ട് അത് കഴിഞ്ഞു.
ഇനി സൗരം മാത്രമേ ബാക്കിയുള്ളൂ ഒന്നുകൂടെ. ഇതൊക്കെ ഓരോ തവണ പറയാനും പറ്റുള്ളൂ. ഒരു പുരുഷായുസിൽ അതേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് നടന്നിപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് സ്കന്ധം ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്, ശിവപുരാണം ചെയ്യാൻ പറ്റും. ഞാൻ പറയും എന്നെ കൊണ്ട് സാധിക്കില്ല, മനുഷ്യ സാധ്യമല്ല. അത് ആ നേരത്ത് ഗുരുവായൂരപ്പനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒന്ന് നമ്മുടെ ഹെൽത്ത് ഇങ്ങനെ ത്രാസിലിട്ടുള്ള കളിയാണ്, അതെ, ശരിക്കും ത്രാസിലിട്ടിട്ടുള്ള കളിയാണ്. അപ്പോൾ അതിന് എവിടുന്ന എനർജി വരണമെന്ന് വെച്ചാൽ ഭാഗവതോട്ട് തരുന്ന എനർജിയാണ്, വേറെ ഒന്നുമല്ല.